ഹായ് സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിലെ PSCയുടെ പരീക്ഷാ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിന്റെ രണ്ടാം ഘട്ടം HSST ഫിസിക്സ്, HSST കൊമേഴ്സ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള ഒട്ടേറെ പരീക്ഷകളുമായിട്ട് ജൂൺ മാസത്തിൽ വീണ്ടും PSC സജീവമാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള വിൻഡോ ആണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ ചെന്നാൽ ഈ മാസത്തിലെ പരീക്ഷകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരീക്ഷകൾ ഉൾപ്പെടെയുള്ളവ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോഴും കൺഫർമേഷൻ കൊടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ആദ്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പരീക്ഷയുടെ ഏതൊക്കെ പരീക്ഷകളാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ ജൂണിൽ നടക്കുന്നത് നോക്കിയാൽ, കാറ്റഗറി നമ്പർ 193/2024 കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി 9-നാണ്, അതായത് ഈ പറഞ്ഞതുപോലെ ജൂൺ 9-നാണ് ആ പരീക്ഷ നടക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. പിന്നീട് LSTDയിലേക്കുള്ള ലൈബ്രറിയൻ ഗ്രേഡ് 4 അത് 10-ാം തീയതിയാണ്. വിവിധ ജില്ലകളിലേക്കുള്ള പരീക്ഷകൾ ഒരുമിച്ച് നടക്കുന്നുണ്ട്, പല ജില്ലകളിലേക്കുള്ളത്. പിന്നീട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, അതും LSTDയിലേക്ക് തന്നെയാണ്. 11-ാം തീയതിയാണ്, ജൂൺ 11-ന് ആ പരീക്ഷ നടക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ഡയറക്ടർ റിക്രൂട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റ് കോട്ടയും. പിന്നീട് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻ ഫുഡ് സേഫ്റ്റി, അപ്പോൾ അതിന്റെ പരീക്ഷ ജൂൺ 12-നാണ് നടക്കുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി എന്നുള്ളത്. 13,000-ഓളം ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ KS-ന്റെ നമുക്കറിയാം, KS ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ, പരീക്ഷ ഇപ്പോൾ വിളിച്ചിട്ടേ ഉള്ളൂ. 001/2025 അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ പരീക്ഷ പ്രഖ്യാപിച്ച് PSC വളരെ വ്യത്യസ്തമാവുകയാണ്. KS-ന്റെ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് പറഞ്ഞതുപോലെ 14/6/2025, അതായത് ജൂൺ 14-നാണ് ഈ പരീക്ഷ നടക്കുന്നത്. KS-ന്റെ പേപ്പർ 1, പേപ്പർ 2 പ്രിലിമിനറി എക്സാമിനേഷൻ സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 3 സ്ട്രീമുകൾക്കും അതേ ദിവസം തന്നെ, അതായത് 14-ാം തീയതി ശനിയാഴ്ചയാണ് ഈ പരീക്ഷ നടക്കുക, KS-ന്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ PSC വിങ്ങിലാണ് അടുത്തൊരു പരീക്ഷ. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ്, അത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ്. വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 അത് 17-ാം തീയതി നടക്കുക പരീക്ഷ. ദെൻ റീഡർ ഗ്രേഡ് 2 പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവിധ ജില്ലകൾ, തിരുവനന്തപുരം, കണ്ണൂർ 18-ാം തീയതി ജൂൺ 18-നാണ് പരീക്ഷ. സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിവിധ ജില്ലകളിലേക്ക്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കാണ് ജൂൺ 19-നാണ് ആ പരീക്ഷ നടക്കുന്നത്. ദെൻ പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പ്രീ പ്രൈമറി ടീച്ചർ ആലപ്പുഴ ജില്ലയിലേക്കുള്ള നിയമനമാണ്. 20-ാം തീയതിയാണ് ആ പരീക്ഷ നടക്കുന്നത്. ദെൻ വിവിധ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷകളും ഹോമിയോപ്പതിക് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള പ്രൊഫസർ ഇൻ ഒബീസ്ട്രിക്സ്, അതുകൂടാതെ പ്രൊഫസർ ഇൻ സർജറി, ഇത് രണ്ടും 20-ാം തീയതി നടക്കുന്നു. ലബോറട്ടറി ടെക്നീഷ്യന്റെ മെയിൻ എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി, നേരത്തെ ഇതിന്റെ പ്രിലിമിനറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറിയിലേക്കുള്ള ലാബ് ടെക്നീഷ്യന്റെ മെയിൻ എക്സാമിനേഷൻ വിവിധ ജില്ലകളിലേക്ക്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എല്ലാ ജില്ലകളിലേക്കും 21-ാം തീയതി ജൂൺ 21-ന് നടക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലേക്കും അതേ ദിവസം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 അതിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ വിവിധ ജില്ലകളിലേക്ക് 23-ാം തീയതി ജൂൺ 23-ാം തീയതി നടക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. മ്യൂസിക് ടീച്ചറിന്റെ പരീക്ഷ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിവിധ ജില്ലകളിലേക്ക് ജൂൺ 24-ന് നടക്കുന്നു. ദെൻ ലൈബ്രറിയൻ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലേക്കുള്ള ലൈബ്രറിയൻ ഗ്രേഡ് 2 ജൂൺ 24-നാണ് പരീക്ഷ നടക്കുന്നത്. കെമിക്കൽ ഇൻസ്പെക്ടർ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ, അത് SC/STക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 24-ാം തീയതി. അസിസ്റ്റന്റ് സർജൻ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള STക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അസിസ്റ്റന്റ് സർജൻ, 24-ാം തീയതി ജൂൺ 24-ആണ്. ദെൻ പോലീസിലേക്കുള്ള മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷകളും 24-ാം തീയതി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ പ്യൂൺ റൂം അറ്റൻഡ് അതിന്റെയൊക്കെ മെയിൻ എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കുള്ള നിയമനമാണ്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെന്റ് 25-ാം തീയതിയാണ് അതിന്റെ മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് കാര്യം ഓർക്കുക. കുറെ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷകൾ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുമുള്ള കുറെ അധികം അസിസ്റ്റന്റ് പ്രൊഫസർ റിക്രൂട്ട്മെന്റുകൾ 26-ാം തീയതി സ്റ്റേറ്റ് വൈഡ് നിയമനങ്ങളാണ്. വിവിധ വിഷയങ്ങളിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് 26-ാം തീയതി ജൂൺ 26-ാം തീയതി നടക്കുന്നു. ദെൻ ഓവർസിയർ സിവിൽ
അതേപോലെ തന്നെ സൈറ്റ് എഞ്ചിനീയർ സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള സൈറ്റ് എഞ്ചിനീയർ, അഗ്രോ മെഷീനറി കോർപ്പറേഷനിലേക്കുള്ള ഓവർസിയർ സിവിൽ, അതുപോലെ തന്നെ സിവിൽ സബ് എഞ്ചിനീയർ ജനറൽ കാറ്റഗറിയിൽ കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള സിവിൽ സബ് എഞ്ചിനീയർ, ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 1, PWD ഇറിഗേഷനിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 1, അതുപോലെ തന്നെ LSTDയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 1. ഇതെല്ലാം കൂടെ ഒറ്റ പരീക്ഷയായിട്ട് ജൂൺ 27-ാം തീയതി നടത്തുകയാണ്. ദെൻ ഡിഗ്രി പ്രിലിംസിന്റെ രണ്ടാം ഘട്ടം നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു. ഡിഗ്രി പ്രിലിംസിന്റെ രണ്ടാം ഘട്ടം ജൂൺ 28-നാണ്. ജൂൺ 28-ന് തന്നെയാണ് 1.25 മണിക്കൂറുള്ള പരീക്ഷയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഇതിനു വേണ്ടി ഡിഗ്രി പ്രിലിംസ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ജൂൺ 28-ന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിന്റെ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ രണ്ടാം ഘട്ടം പ്രിലിമിനറി എക്സാമിനേഷന്റെ രണ്ടാം ഘട്ടം അവിടെ നടക്കുന്നു. HSST കൊമേഴ്സ്, HSST ജൂനിയർ കൊമേഴ്സ്, അത് 30-ാം തീയതി ജൂൺ 30-ാം തീയതിയാണ് HSST കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ നടക്കുന്നത്. 7491 പേരാണ് HSST കൊമേഴ്സ് പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സിലബസിൽ വലിയ മാറ്റമൊന്നുമില്ല, പഴയ സിലബസ് തന്നെയാണ്, അതിനകത്ത് മാറ്റമില്ല. അപ്പൊ 30-ാം തീയതി ജൂൺ 30 ആണെന്നുള്ള കാര്യം ഓർക്കുക. HSST ഹിന്ദി അതും ജൂൺ 30-ന് നടക്കുകയാണ്. NVT മാത്തമാറ്റിക്സ് സീനിയർ പോസ്റ്റ് ആണ്, NVT മാത്തമാറ്റിക്സ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അത് ജൂൺ 30-ന് നടക്കുകയാണ്. ദെൻ NVT മാത്തമാറ്റിക്സ് ജൂൺ 30-ന് നടക്കുന്നു, ST റിക്രൂട്ട്മെന്റ് ആണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് HSST ഫിസിക്സ് നടക്കുന്നത് ജൂൺ 30-ന് തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. HSST ഫിസിക്സ് 507/2024 HSST ഫിസിക്സ് HST ഫിസിക്സ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ജൂൺ 30-നാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതിന്റെ കൺഫർമേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം. 4523 പേരാണ് HSST ഫിസിക്സ് പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ കുറച്ച് പേരൊക്കെ കൺഫർമേഷൻ കൊടുക്കാതെ പിന്മാറും. ബാക്കിയുള്ള ആളുകളാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ജൂൺ മാസം നടക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇവയൊക്കെയാണ്. കൃത്യമായിട്ട് ഈ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് പഠിക്കുക. 2, 2.5, 3 മാസമൊക്കെയാണ് പല പരീക്ഷകൾക്കായിട്ട് ഇനി കിട്ടാനുള്ളത്. ഇനിയുള്ള സമയം വേസ്റ്റ് ആക്കാതെ സർക്കാർ ജോലിയിലേക്ക് നടന്നെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. All the best. Thank you.